5-ന് ഒരു മഹാദുരന്തം സംഭവിക്കും. ആശങ്കയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് ജപ്പാനിലെ വലിയൊരു വിഭാഗം ആളുകൾ ഈ വരുന്ന ജൂലൈ 5-ന് നോക്കിക്കാണുന്നത്. ജൂലൈ 5-നോട് അടുത്ത ദിനങ്ങളിൽ ജപ്പാനിലേക്കുള്ള വിമാനയാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ദിവസം മുന്നിൽ കണ്ട് താൽക്കാലികമായി രാജ്യത്ത് നിന്നും മാറി നിൽക്കുന്നവരും ധാരാളമുണ്ട്. ജപ്പാനിലെ ഓഫീസുകളുടെയും ഫാക്ടറികളുടെയും പ്രവർത്തനത്തെ പോലും ഇത് ബാധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വരുന്ന ജൂലൈ 5-നെ ജപ്പാൻ ജനത ഭയക്കുന്നത്? വിശദമായി നമുക്ക് നോക്കാം. 2025 ജൂലൈ 5-ന് ജപ്പാനിൽ ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നാണ് പ്രവചനം. ആരുടെ പ്രവചനം? റിയോ തത്സുഗി എന്ന കോമിക് ഇല്ലസ്ട്രേറ്ററുടെ. അങ്ങനെ വെറും ഒരു ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന് ജപ്പാൻ ജനത ഒന്നടങ്കം എന്തിന് ടെൻഷൻ അടിക്കുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായും തോന്നാം. എന്നാൽ കാര്യങ്ങൾ കിടപ്പ് അങ്ങനെയല്ല. 2011 ഭൂകമ്പവും സുനാമിയും കൃത്യം തീയതിയോടെ പ്രവചിച്ച ആളാണ് ഈ റിയോ തത്സുഗി എന്നതാണ് കാര്യം. ജാപ്പനീസ് ബാബ വാങ്ക എന്ന പേരിലാണ് റിയോ തത്സുഗി അറിയപ്പെടുന്നത്. കോമിക് ഇല്ലസ്ട്രേറ്റർ ആയിരുന്ന റിയോ തത്സുഗി 1999 ദ ഫ്യൂച്ചർ ഐ സോ എന്ന ഒരു പുസ്തകം ഇറക്കി. 2011 വരെ ഈ പുസ്തകം ആരും കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ 2011 ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം ഈ പുസ്തകം വലിയ തോതിൽ ചർച്ചയായി. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പുസ്തകത്തിൽ 2011 ആ ദുരന്തങ്ങൾ കൃത്യമായി വരച്ച് രേഖപ്പെടുത്തിയത് കണ്ടതോടെ ജപ്പാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ഇതിൽ പറയുന്ന അതേ ദിവസം തന്നെയാണ് ദുരന്തമുണ്ടായത്. കോവിഡ് മഹാമാരിയും റിയോ പ്രവചിച്ചിരുന്നുവെന്നാണ് അനുയായികൾ അവകാശപ്പെടുന്നത്. പിന്നീട് ചൂടപ്പം പോലെയാണ് ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം ജപ്പാനിൽ വിറ്റുപോയത്. ഇതേ പുസ്തകത്തിൽ 2025 ജൂലൈ 5-ന് പുലർച്ചെ 4:18 ജപ്പാനിൽ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ളതാണ് ജപ്പാൻകാരെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുന്നത്. സമുദ്രത്തിനടിയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്നും നഗരങ്ങളെ കടൽ വിഴുങ്ങുമെന്നും വെള്ളം തിളച്ചു മറിയുമെന്നും വലിയ തിരമാലകൾ, കൂറ്റൻ സുനാമി എന്നിവ ഉണ്ടാകുമെന്നും റിയോ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് മാത്രം 500-ലേറെ ഭൂചലനങ്ങൾ ജപ്പാനിലെ ടൊകാര ദ്വീപിൽ അനുഭവപ്പെടുക കൂടി ചെയ്തതോടെ ഈ ആശങ്കയ്ക്ക് ആക്കം കൂടി. തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ കഗോഷിമ ദ്വീപ് സമൂഹത്തിനടുത്തുള്ള ദ്വീപാണ് ടൊകാര. തത്സുഗിയുടെ പ്രവചനം യാഥാർത്ഥ്യമാകുന്നതിന്റെ ലക്ഷണങ്ങളാണോ ഇതെന്നാണ് ഒരു വിഭാഗം ആശങ്കപ്പെടുന്നത്. എന്നാൽ നിലവിലുണ്ടായ 500-ഓളം ചലനങ്ങൾ വിനാശകരമായ ഒന്നല്ലെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്.